വെൽക്കം ടു ഓൾ. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സ്ക്വയർ നമ്പേഴ്സും അതിൻ്റെ പ്രോപ്പർട്ടീസും പിന്നെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ക്യൂബ് നമ്പേഴ്സാണ് പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ ക്യൂബിക് നമ്പേഴ്സ്. ഓക്കെ, സ്ക്വയർ നമ്പേഴ്സ് റെപ്രസെൻറ്റ്സ് ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ക്യൂബ് നമ്പേഴ്സ് റെപ്രസെൻറ്റ് വോളിയം ഓഫ് എ ക്യൂബ് എന്ന് നമുക്ക് പറയാം. സോ വോളിയം ഓഫ് എ ക്യൂബ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്, അല്ലേ? അപ്പോൾ ക്യൂബ് എന്ന് പറയുന്നതിൻ്റെ എല്ലാ വശങ്ങളും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയാം, അല്ലേ? വോളിയം ഓഫ് എ ക്യൂബ് എന്താണ്? സൈഡ് ഇൻറ്റു സൈഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യൂബിൽ ഈ സൈഡ് 1 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ക്യൂബിൻ്റെ വോളിയം എന്ത് വരും? 1 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ ആണ്, അല്ലേ? ഇതിന് പകരം ഇവിടെ 2 സെൻറ്റിമീറ്റർ ആയിരുന്നെങ്കിൽ വോളിയം എന്താ വരിക? 2 സെൻറ്റിമീറ്റർ ഇൻറ്റു 2 സെൻറ്റിമീറ്റർ ഇൻറ്റു 2 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഒരു നമ്പറിനെ നമ്മൾ 3 തവണ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. കറക്റ്റ് അല്ലേ? ഒരു നമ്പറിനെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. സോ ഇങ്ങനെ ഒരു നമ്പറിനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ ക്യൂബ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്യൂബ് നമ്പേഴ്സ് അല്ലെങ്കിൽ ക്യൂബിക് നമ്പേഴ്സ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ക്യൂബ്സ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ എന്താണ് പെർഫെക്റ്റ് ക്യൂബ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യൂബ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് ഈസ് എ നമ്പർ ഒബ്ടൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് എ ഹോൾ നമ്പർ ബൈ ഇറ്റ് സെൽഫ് 3 ടൈംസ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ n എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ n ഇൻറ്റു n എന്ന് പറയുന്നത് എന്താണ്? n ക്യൂബാണ്. ക്ലിയർ? ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ റീഡ് ചെയ്യുക? n ക്യൂബ്ഡ് എന്നാണ് വായിക്കുക. ക്ലിയർ? n ക്യൂബ്ഡ് എന്ന് നമുക്ക് വായിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നമ്പറിൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? ആ നമ്പറിനെ ഇപ്പോൾ 3യുടെ ക്യൂബ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 3നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, കറക്റ്റ് അല്ലേ? ക്ലിയർ? അപ്പോൾ 3യുടെ ക്യൂബ് നമുക്ക് എത്ര കിട്ടും? 3 ഇൻറ്റു 3 ഇൻറ്റു 3. 3 3s are 9 ഇൻറ്റു 3. സോ ആൻസർ 27. കറക്റ്റ്? അതുപോലെ 2/3 ഹോൾ ക്യൂബ് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ 2/3 ഇൻറ്റു 2/3 ഇൻറ്റു 2/3. ഓക്കെ, സോ അപ്പോൾ 8/27. 2.5ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ പറയുമ്പോഴോ 2.5 ഇൻറ്റു 2.5 ഇൻറ്റു 2.5. സോ ആൻസർ 15.625. അടുത്തത് -3യുടെ ക്യൂബ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ -3 ഇൻറ്റു -3 ഇൻറ്റു -3. സോ ഇവിടെ ആൻസർ എന്താ വരിക? -27. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? ക്യൂബ് ഓഫ് എ നെഗറ്റീവ് നമ്പർ ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഓക്കെ, ക്യൂബ് ഓഫ് എ നെഗറ്റീവ് നമ്പർ എങ്ങനെയായിരിക്കും? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ക്യൂബ് ഓഫ് എ നെഗറ്റീവ് നമ്പർ ഈസ് ഓൾവേസ് നെഗറ്റീവ്. ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ക്യൂബ് നമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു ക്യൂബ് നമ്പേഴ്സ്? ഒരു നമ്പറിനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക, കിട്ടുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ ക്യൂബ് നമ്പേഴ്സ് അല്ലെങ്കിൽ ക്യൂബിക് നമ്പേഴ്സ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ക്യൂബ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അടുത്തതായിട്ട് നമുക്കിനി ക്യൂബ് നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി, ക്യൂബ് നമ്പേഴ്സ് ക്യാൻ എൻഡ് വിത്ത് എനി ഡിജിറ്റ്സ് ഫ്രം 0 to 9. ക്യൂബ് നമ്പേഴ്സ് 0 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പറിലും ഏത് നമ്പറിൽ വേണമെങ്കിലും എൻഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞാൻ 1 to 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ് എഴുതിയിട്ടുണ്ട്. നമുക്കത് നോക്കാം. 1 ക്യൂബിന് 1 ആണ്, 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്, 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്, എൻഡ് ചെയ്യുന്നത് 7ലാണ്. 4 ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ്, എൻഡ് ചെയ്യുന്നത് 4ലാണ്. 5 ക്യൂബ് എന്ന് പറയുന്നത് 125, എൻഡ് ചെയ്യുന്നത് 5ലാണ്. 6 ക്യൂബ് എന്ന് പറയുന്നത് 216, എൻഡ് ചെയ്യുന്നത് 6ലാണ്.
7 ക്യൂബ് എന്ന് പറയുന്നത് 343 എൻഡ് ചെയ്യുന്നത് 3യിലാണ്. 8 ക്യൂബ് 512 എൻഡ് ചെയ്യുന്നത് 2യിലാണ്. 9 ക്യൂബ് 729 എൻഡ് ചെയ്യുന്നത് 9ലാണ്. 10 ക്യൂബ് 1000 എൻഡ് ചെയ്യുന്നത് 0യിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ക്യൂബ് നമ്പേഴ്സിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0 മുതൽ 9 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും ആകാം. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. ദ നമ്പർ ഓഫ് സീറോസ് അറ്റ് ദ എൻഡ് ഓഫ് എ പെർഫെക്റ്റ് ക്യൂബ് ഈസ് ഓൾവേസ് മൾട്ടിപ്പിൾ ഓഫ് 3. ഓക്കെ, അതായത് ഒരു ക്യൂബ് നമ്പേഴ്സിൻ്റെ എൻഡിൽ വരുന്ന സീറോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 10 ക്യൂബ്. 10 ക്യൂബ് എന്ന് പറയുന്നത് 10 ഇൻറ്റു 10 ഇൻറ്റു 10 ആണ്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു 1000. ഓക്കെ, ദെൻ നെക്സ്റ്റ് 50 ക്യൂബ്. 50 ഇൻറ്റു 50 ഇൻറ്റു 50. ഇവിടെ ആൻസർ 125000. ദെൻ നെക്സ്റ്റ് നമ്പർ 100 ക്യൂബ് നോക്കാം. സോ 100 ക്യൂബ് എന്ന് പറയുന്നത് 100 ഇൻറ്റു 100 ഇൻറ്റു 100 ആണ്. സോ അതെന്താണ്? ഓക്കെ, സോ നമ്മൾ ആൻസർ എഴുതി. ഇനി നമുക്കിതിനെ നമ്പർ ഓഫ് സീറോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വണ്ണിൽ എന്തായിരുന്നു? 3 സീറോസ് ആണ്. നമ്മൾ എന്താ പറഞ്ഞത്? ക്യൂബ് നമ്പേഴ്സിൻ്റെ എൻഡിൽ വരുന്ന സീറോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് 3 ആവാം, 6 ആവാം, 9 ആവാം, 12 ആവാം, അങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് വണ്ണിൽ 3 ആണ്, സെക്കൻഡ് വണ്ണിൽ എന്താണ്? 3 ആണ്, 3യുടെ മൾട്ടിപ്പിൾ ആണ്. തേർഡ് വണ്ണിൽ 3, 6 സീറോസ് ഉണ്ട് അല്ലേ. അപ്പം ഇതും എന്താണ്? 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ എന്ത് പറയാം? ക്യൂബ് നമ്പേഴ്സ് എൻഡ് ചെയ്യുന്ന സീറോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2500 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ അല്ലയോ? നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ. അതായത് ഇവിടെ 2 സീറോസേ ഉള്ളൂ. ഓക്കെ, 2 സീറോസ് വന്നാൽ എന്തല്ല? അതൊരു ക്യൂബ് നമ്പർ ആവില്ല. കാരണം നമ്മൾ പറഞ്ഞു ക്യൂബ് നമ്പേഴ്സിൻ്റെ എൻഡിൽ വരുന്ന സീറോസിൻ്റെ എണ്ണം 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇവിടെ അത് 2 ആണ്. അതുകൊണ്ട് ഇതെന്തല്ല? ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. ക്ലിയർ? അതുപോലെ മറ്റൊരു നമ്പർ 350000. ഓക്കെ, ഇവിടെയും എന്താണ്? നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് 4 ആണ്. അതും 3യുടെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് എന്തല്ല? ഇതൊരു ക്യൂബ് നമ്പർ ആവില്ല. ക്ലിയർ? ഓക്കെ, അപ്പോൾ അതായത് ഒരു നമ്പർ പെർഫെക്റ്റ് ക്യൂബ് ആകാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് സീറോയുടെ എണ്ണം കൗണ്ട് ചെയ്തിട്ട് പറയാൻ സാധിക്കും. ക്ലിയർ ആണോ? സീറോയുടെ എണ്ണം എങ്ങനെയായിരിക്കണം? 3യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. 3 ആവാം, 6 ആവാം, 9 ആവാം, 12 ആവാം, അങ്ങനെ. ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. The unit digit of a cube number can be determined if the unit digit of the number is known. അതായത് ഒരു നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമുക്കറിയാമെങ്കിൽ അതിൻ്റെ ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 0 മുതൽ 9 വരെയുള്ള 0, 1, 4, 5, 6, 9 ഈ നമ്പേഴ്സിനെല്ലാം എന്തായിരിക്കും? യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നതും സെയിം നമ്പർ തന്നെയായിരിക്കും. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 14 ക്യൂബ് നോക്കാം. ഓക്കെ, ജസ്റ്റ് 14 ക്യൂബ് എന്ന് പറയുന്നത് യൂണിറ്റ് ഡിജിറ്റിൽ 4 ആണ് അല്ലേ. 4 ആണെങ്കിൽ എന്താ പറഞ്ഞത്? യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദ ക്യൂബ് നമ്പറും 4 തന്നെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് 2744 ആണ്. കറക്റ്റ് അല്ലേ? 4 തന്നെയല്ലേ എൻഡ് ചെയ്തത്? ഓക്കെ, യൂണിറ്റ് ഡിജിറ്റിലും 4 തന്നെയാണ്. അതുപോലെ മറ്റൊരു നമ്പർ 25 ക്യൂബ് എടുക്കുകയാണെങ്കിൽ ഇവിടെയും ആൻസർ വരുന്നത് 15625 ആണ്. സോ 5 ആണ് എങ്കിൽ അതേ നമ്പർ തന്നെയായിരിക്കും ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റിലും വരുന്നത്. ഓക്കെ, ഇനി 2 ആണെങ്കിൽ ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്ന നമ്പർ 8 ആയിരിക്കും. 8 ആണ് നമ്പറിലെ യൂണിറ്റ് ഡിജിറ്റ് എങ്കിൽ ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 12 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 1728 ആണ്. കണ്ടോ? 2 യൂണിറ്റ് ഡിജിറ്റിൽ, നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 2 ആണ്. അപ്പോൾ ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എന്തായിരിക്കും? 8 ആയിരിക്കും. ക്ലിയർ? ഓക്കെ, സോ അതുപോലെ 18 ക്യൂബ് ആണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാലോ. ഏതാ വരിക? 2 ആയിരിക്കും വരുന്നത് അല്ലേ. ആക്ച്വൽ നമ്പർ എന്ന് പറയുന്നത് 5832 ആണ്. കണ്ടോ? 2 ആണ് യൂണിറ്റ് ഡിജിറ്റിൽ വന്നത്. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് യൂണിറ്റ് ഡിജിറ്റ് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, 0, 1, 4, 5, 6, 9 ഈ നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിലും അതേ നമ്പർ തന്നെ, ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റിലും
അതേ നമ്പർ തന്നെയായിരിക്കും. ഓക്കെ, 2 ആണെങ്കിൽ 8 ആയിരിക്കും, 8 ആണെങ്കിൽ 2 ആയിരിക്കും, 3 ആണെങ്കിൽ 7 ആയിരിക്കും, 7 ആണെങ്കിൽ 3 ആയിരിക്കും. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ക്യൂബ് ഓഫ് ആൻ ഈവൻ നമ്പർ ഈസ് ഓൾവേസ് ഈവൻ. ഒരു ഈവൻ നമ്പറിൻ്റെ ക്യൂബ് എപ്പോഴും ഈവൻ ആയിരിക്കും. അതായത് 2 ക്യൂബിൻ്റെ ഈവൻ നമ്പർ എന്ന് പറയുന്നത് 8 ആണ് അല്ലേ. അതുപോലെ 4 ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ ഈവൻ നമ്പറിൻ്റെ ക്യൂബ് എന്താണ്? എപ്പോഴും ഈവൻ ആണ്. ഓക്കെ. അതുപോലെ ക്യൂബ് ഓഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഓൾവേസ് ഓഡ്. ഒരു ഓഡ് നമ്പറിൻ്റെ ക്യൂബ് എപ്പോഴും ഓഡായിരിക്കും. നമുക്ക് 3 ക്യൂബ് നോക്കാം. 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. 5 ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. ഇവിടെ ഓഡ് നമ്പറിൻ്റെ ക്യൂബ് ഓഡ് നമ്പർ തന്നെയാണ്. ക്ലിയർ? ഓക്കെ. അപ്പം നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ ക്യൂബ് ഓഫ് എ യൂണിറ്റ് ഡിജിറ്റ് ക്യൂബ് ഓഫ് എ 1 ഡിജിറ്റ് നമ്പർ മേ ബി 1, 2 or 3 ഡിജിറ്റ്. ഒരു 1 ഡിജിറ്റ് നമ്പറിൻ്റെ ക്യൂബിൽ 1 മുതൽ 3 വരെയുള്ള ഡിജിറ്റ്സ് ഉണ്ടാകാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. 1 ക്യൂബിൻ്റെ ക്യൂബ് 1 ആണ് അല്ലേ. ഇതിവിടെ 1 ഡിജിറ്റ് ആണുള്ളത്. ക്ലിയർ അല്ലേ? 1 ഡിജിറ്റ് ആണുള്ളത്. അടുത്ത ഒരു 1 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 3 നോക്കാം. നമുക്ക് 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. സോ ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് ഹയസ്റ്റ് ഓഡ് നമ്പർ അല്ലെങ്കിൽ ഹയസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 9 ക്യൂബ് എടുക്കുക. 9 ക്യൂബിൽ 7, 2, 9 ആണ്. അപ്പോൾ എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു 1 ഡിജിറ്റ് നമ്പറിൻ്റെ ക്യൂബിൽ 1 മുതൽ 3 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടാകാം. ചിലതിൽ 1 ആകാം, 2 ആകാം, അല്ലെങ്കിൽ മാക്സിമം 3 വരെ നമ്പേഴ്സ് ഉണ്ടാകാം. ക്ലിയർ? അതുപോലെ ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ ക്യൂബ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ മേ ബി 4, 5 or 6. ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ ക്യൂബിൽ 4 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടാകാം. ഓക്കെ. അതായത് നമുക്ക് 10 ക്യൂബ് നോക്കാം. 10 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 1000 ആണ് അല്ലേ. സോ 1000-നകത്ത് 4 ഡിജിറ്റ്സ് ഉണ്ട്. അടുത്തത് നമുക്ക് വേറൊരു നമ്പർ റാൻഡമായിട്ട് 40 ക്യൂബ് എടുത്ത് നോക്കാം. 40 ക്യൂബ് എന്ന് പറയുമ്പോൾ 64000 ആണ്. സോ ഇവിടെ 5 ഡിജിറ്റ്സ് ഉണ്ട്. അടുത്തത് ഹയസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 99 ക്യൂബ് നോക്കാം. 99 ക്യൂബ് എന്ന് പറയുന്നത് 970299 ആണ്. അപ്പോൾ ഇവിടെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 6 ഡിജിറ്റ്സ് ഉണ്ട്. കറക്റ്റ് അല്ലേ? ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ ക്യൂബ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ മേ ബി 4, 5 or 6. അതായത് ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ ക്യൂബിൽ 4 ഡിജിറ്റ്സ് ഉണ്ടാകാം, 5 ഡിജിറ്റ്സ് ആകാം, അല്ലെങ്കിൽ 6 ഡിജിറ്റ് ആകാം. മാക്സിമം 6 ഡിജിറ്റ്സ് വരെ ആകാം. ക്ലിയർ? ഓക്കെ. ഇപ്പോൾ നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. എവറി ക്യൂബ് നമ്പർ can be expressed as a sum of n consecutive odd numbers starting with n square minus n plus 1th odd number where n is the number being cubed. ഓക്കെ. അപ്പോൾ ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏത് ക്യൂബ് നമ്പറിനെ വേണമെങ്കിലും നമുക്ക് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ ഒന്നാമത്തെ നമ്പർ എന്തായിരിക്കും? സ്റ്റാർട്ടിംഗ് നമ്പർ എന്ന് പറയുന്നത് n² - n + 1 ആയിരിക്കും. ഓക്കെ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 6 ക്യൂബ് എന്ന് പറയുന്ന നമ്പറിനെ സം ഓഫ് 6 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആയിട്ട് എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ? ഓക്കെ. 6 ക്യൂബിനെ എങ്ങനെ നമുക്ക് സം ഓഫ് 6 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആയിട്ട് എഴുതാം? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് ഓഡ് നമ്പർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? സ്റ്റാർട്ടിംഗ് ഓഡ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിംഗ് ഓഡ് നമ്പർ ഈസ് n² - n + 1 ആണ്. അതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് n² - 1 + 1 n + 1 എന്ന് പറയുന്നത് 6² - 6 + 1 ആണ്. ഓക്കെ. കറക്റ്റ് അല്ലേ? n = 6. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 31 എന്ന് കിട്ടും. കറക്റ്റ്? ഓക്കെ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ദ സം ഓഫ് നെക്സ്റ്റ് 6 consecutive odd numbers gives 6 cube. Clear? Okay. The sum of next 6 consecutive odd numbers gives 6 cube. ഓക്കെ. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ഓഡ് നമ്പർ? സ്റ്റാർട്ടിംഗ് വിത്ത് 31. 31-ൽ സ്റ്റാർട്ട് ചെയ്തിട്ട്
നെക്സ്റ്റ് 6 ഓഡ് നമ്പേഴ്സാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 31 പ്ലസ് 33 പ്ലസ് 35 പ്ലസ് 37 പ്ലസ് 39 പ്ലസ് 41. 6 ആയില്ലേ? 1 2 3 4 5 6 ഓഡ് നമ്പേഴ്സ്. ഇതിൻ്റെ സം എന്തായിരിക്കും? ദറ്റ് ഈസ് ഈക്വൽ ടു 6 ക്യൂബ് ആയിരിക്കും. 6 ക്യൂബിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു ക്യൂബ് നമ്പറിനെ നമുക്ക് സം ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിലെ ഫസ്റ്റ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? n² - n + 1 ആയിരിക്കും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നിങ്ങളോട് ചോദിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് സം റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ക്യൂബ് നമ്പേഴ്സും അതിൻ്റെ പ്രോപ്പർട്ടീസും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.